ഓക്കെ, ഇനി നമ്മൾ ലേസറിൻ്റെ കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, എവരി ലേസർ കൺസിസ്റ്റ് ഓഫ് 3 ബേസിക് കമ്പോണൻറ്റ്. പലതരത്തിലുള്ള ലേസറുകളുണ്ട്, അത് നമ്മൾ ഇനി വരുമ്പോൾ പഠിക്കും. അപ്പോൾ ഏതൊരു ലേസർ എടുത്താലും പ്രധാനമായിട്ടും അതിന് 3 കമ്പോണൻറ്റുകളാണുള്ളത്. ഒന്നാമത്തേത് ലേസിംഗ് മെറ്റീരിയൽ, അല്ല എങ്കിൽ അതിന് ആക്റ്റീവ് മീഡിയം എന്നും പറയും. രണ്ടാമത്തേത് എക്സ്റ്റേണൽ എനർജി സോഴ്സ്, അതിന് പമ്പിംഗ് എന്നും പറയാറുണ്ട്. അതിന് എക്സ്റ്റേണൽ എനർജി കൊടുക്കുന്നതിന് പമ്പിംഗ് എന്നും പറയാറുണ്ട്. മൂന്നാമത്തേത് ഒപ്റ്റിക്കൽ റെസൊണേറ്റർ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റെസൊണൻറ്റ് ക്യാവിറ്റി. റെസൊണേറ്റർ എന്നും പറയും, റെസൊണൻറ്റ് ക്യാവിറ്റി എന്നും പറയും. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ, ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ റെസൊണേറ്ററിൻ്റെ അല്ലെങ്കിൽ റെസൊണൻറ്റ് ക്യാവിറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഒരു ഫുൾ മിററും ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററും ഉണ്ട്. അപ്പോൾ ഫുൾ മിററിൻ്റെ പ്രത്യേകത വന്നിരിക്കുന്ന കംപ്ലീറ്റ് ഫോട്ടോൺസും ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തു പോകും. പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിൻ്റെ പ്രത്യേകത കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്തുള്ളൂ, പാർഷ്യലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിന് ഒരു ഒപ്റ്റിക്കൽ ആക്സിസ് ഉണ്ട്. ആ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഫോട്ടോണുകളെ മാത്രമേ ഈ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ വെളിയിലേക്ക് കടത്തിവിടത്തുള്ളൂ. അല്ലാതെ വരുന്ന കംപ്ലീറ്റ് ഫോട്ടോണുകളെയും എന്ത് ചെയ്യും, ഉള്ളിലേക്ക് തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വിടും. അപ്പോൾ ഈ രണ്ട് മിററുകൾക്കിടയിലുള്ള ആ ഒരു ക്യാവിറ്റി, ഇതിനാണ് നമ്മൾ റെസൊണൻറ്റ് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ സ്ഥലത്തായിരിക്കും ആക്റ്റീവ് മീഡിയം ഇരിക്കുക. ആക്റ്റീവ് മീഡിയത്തിലാണ് ആക്ച്വലി ഈ എക്സൈറ്റേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് മീഡിയത്തിന് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള എക്സ്റ്റേണൽ എനർജിയാണ് നമ്മൾ പമ്പിങ്, എനർജി കൊടുക്കുന്ന പ്രോസസ്സിനാണ് പമ്പിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള എക്സ്റ്റേണൽ എനർജി ബൈ പമ്പിങ് ആ മിററുകൾക്കിടയിലുള്ള റീജിയണിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ ലേസർ മീഡിയം മീൻസ് ആക്റ്റീവ് മീഡിയമാണ് അവിടെ ഉള്ളത്. പിന്നെ ലേസർ ഔട്ട്പുട്ട് ഒരു റീജിയണിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മിററുകൾക്കിടയിലുള്ള സ്ഥലത്തിനാണ് ഇവിടെ ഒപ്റ്റിക്കൽ ക്യാവിറ്റി എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പം നോക്കുക, ഈ 3 റീജിയണയും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത് ആക്റ്റീവ് മീഡിയമാണ്. ആക്റ്റീവ് മീഡിയം എന്ന് വെച്ചാൽ എന്താ ഡെഫിനേഷൻ നോക്കുക. ഹിയർ ഈസ് വെയർ ദ പോപ്പുലേഷൻ ഇൻവേർഷൻ ഒക്കേഴ്സ്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് എന്ത്, ആക്റ്റീവ് മീഡിയം എന്നത്. ഇനി ആക്റ്റീവ് മീഡിയം ഈസ് എക്സൈറ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സ്. ആ എക്സ്റ്റേണൽ എനർജി സോഴ്സിനെ പമ്പ് സോഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എനർജി പമ്പ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പമ്പ് സോഴ്സ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ടു പ്രൊഡ്യൂസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പം എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു അത്? ഹയർ എനർജി സ്റ്റേറ്റിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുന്ന ഒരു അവസ്ഥയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളത്. അപ്പം ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നത് ആക്റ്റീവ് മീഡിയത്തിൽ ആണ്. ഇനി രണ്ടാമത്തേത് പമ്പിംഗ് മെക്കാനിസമാണ്. അപ്പം 3 കമ്പോണൻറ്റുകളെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ടാമത്തെ കമ്പോണൻറ്റ് പമ്പിങ് എക്സ്റ്റേണൽ എനർജി സോഴ്സാണ്. അതെങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അല്ലെങ്കിൽ എന്താണതെന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പമ്പിംഗ് മെക്കാനിസം മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് എനർജി വിച്ച് ഈസ് നീഡഡ് ഫോർ ദ പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ പമ്പിംഗ് മെക്കാനിസം അവിടെ ഉപയോഗിക്കുന്നത്. പമ്പിംഗ് ക്യാൻ ബി ഡൺ ഇൻ 2 ways. 2 രീതിയിൽ നമുക്ക് പമ്പിംഗ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെത്തേഡ് ആൻഡ് ഒപ്റ്റിക്കൽ മെത്തേഡ്. 2 രീതിയിലാണ്, ഒന്നുകിൽ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മെത്തേഡ്. അപ്പം ഈ പമ്പിംഗ് മെത്തേഡൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് ലേസറും മാറും. ഒരുപാട് തരം ലേസറുകളുണ്ട്. ഉദാഹരണത്തിന് ഹീലിയം നിയോൺ ലേസർ, അതേപോലെ റൂബി ലേസർ, പിന്നെ സെമി കണ്ടക്ടർ ലേസർ. അപ്പോൾ ഓരോ ലേസറിലും ഓരോ രീതിയിലാണ് അതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഈ പമ്പിങ്ങും അതേപോലെ ആക്റ്റീവ് മീഡിയം ഒക്കെ മാറുന്നതിനനുസരിച്ചിട്ടാണ് ലേസറും മാറുന്നത്. അപ്പം പമ്പിംഗ് മീൻസ് ആക്റ്റീവ് മീഡിയത്തിന് പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ്, അതാണ് ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പമ്പിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കമ്പോണൻ്റ് എനർജി സോഴ്സാണ്. മൂന്നാമത്തേത് റെസൊണേറ്റർ ആണ്. റെസൊണേറ്റർ അല്ലെങ്കിൽ റെസൊണൻറ്റ് ക്യാവിറ്റി എന്ന് നേരത്തെ പറഞ്ഞ ആ ഒരു റീജിയൻ. ഇറ്റ് ഈസ് ഹിയർ വെയർ ദ ലേസർ ബീം ഫോംസ്. ആക്ച്വലി ഈ ഒരു റീജിയണിലാണ് ലേസർ ബീം ഉണ്ടാവുന്നത്. ഈ ഒരു സ്ഥലത്താണ് ആക്റ്റീവ് മീഡിയം ഇരിക്കുന്നത്. ഈ ആക്റ്റീവ് മീഡിയത്തിനെ ചുറ്റിപ്പറ്റിയാണ് പമ്പിംഗ് മെക്കാനിസം ഉള്ളത്. അപ്പം എല്ലാം ഈ റെസൊണൻറ്റ് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ എൻവയോൺമെൻറ്റ് ഫേവറബിൾ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ലേസർ ബീം. ലേസർ ബീം ഉണ്ടാവാനുള്ള എൻവയോൺമെൻ്റ് ആണ് എന്ത്, റെസൊണൻറ്റ് ക്യാവിറ്റി അല്ലെങ്കിൽ റെസൊണേറ്റർ എന്ന് ചുരുക്കി പറയുന്നത്. ഇനി ഇത് കൺസിസ്റ്റ് ഓഫ് 2 മിറേഴ്സ്. 2 മിററുകൾ ഉണ്ട്. 1 മിറർ ഈസ് ഫുള്ളി റിഫ്ലക്റ്റീവ് ആൻഡ് ദി അതർ ഈസ് പാർഷ്യലി റിഫ്ലക്റ്റീവ്. നേരത്തെ ഇതുണ്ട്, ഒന്ന് ഫുൾ മിറർ എന്ന് കാണിച്ചിരിക്കുന്നത് ഫുള്ളി റിഫ്ലക്റ്റീവ് മിറർ, പാർഷ്യലി റിഫ്ലക്റ്റീവ് മിററാണ് മറ്റേ സൈഡിൽ ഉള്ളത്.
ബോത്ത് മിറേഴ്സ് ആർ സെറ്റ് പാരലൽ ടു ഈച്ച് അതർ. രണ്ട് മിററുകളും പാരലലായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. ദ റീജിയൻ ബിറ്റ്വീൻ ദ പാരലൽ മിറേഴ്സ് ആർ കോൾഡ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി. ഈ രണ്ട് മിററുകൾക്കുമിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു റീജിയണിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ആക്റ്റീവ് മീഡിയം ഈസ് പ്ലേസ്ഡ് ഇൻ ദിസ് ഒപ്റ്റിക്കൽ ക്യാവിറ്റി. ഈ ഒപ്റ്റിക്കൽ ക്യാവിറ്റിയിലായിരിക്കും ആക്റ്റീവ് മീഡിയം വെക്കുക. അപ്പോൾ എന്താണ് ആക്റ്റീവ് മീഡിയം എന്നുള്ളതൊക്കെ ഓരോ ലേസർ നമ്മൾ എടുത്തെടുത്ത് പഠിക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മീഡിയം എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആക്റ്റീവ് മീഡിയം എന്നത് ഈ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയമാണ് ആക്റ്റീവ് മീഡിയം എന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടായാലേ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. അപ്പം എല്ലാ മെറ്റീരിയലും നമുക്ക് പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പോപ്പുലേഷൻ ഇൻവേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. അത്തരം മെറ്റീരിയൽസിനാണ് നമ്മൾ ആക്റ്റീവ് മീഡിയമായിട്ട് ചൂസ് ചെയ്യുന്നത്. നോക്കുക, വെൻ ദി ആക്റ്റീവ് മീഡിയം ഈസ് പംപ്ഡ്, അതായത് ആക്റ്റീവ് മീഡിയത്തിന് എനർജി പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോൺസ് ആർ ജനറേറ്റഡ് ത്രൂ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇൻ ദ റെസൊണന്റ് ക്യാവിറ്റി. ഈ റെസൊണന്റ് ക്യാവിറ്റിയിൽ ഇരിക്കുന്ന ആക്റ്റീവ് മീഡിയത്തിനെ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ സംഭവിക്കും. ആക്റ്റീവ് മീഡിയത്തെ പമ്പ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ലോവർ ലെവലിലുള്ള ഇലക്ട്രോണുകളെല്ലാം കൂടി ഹയർ എനർജി ലെവലിലേക്ക് പോവും. ഇനി അങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും. പിന്നെ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാകും. ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എങ്ങനെയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. നോക്കുക, only those beams which is parallel to the optical axis of the partially reflecting mirror will go out of the cavity and the remaining beams get reflected back into the cavity. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ഫോട്ടോണുകൾ മാത്രമേ വെളിയിലേക്ക് പോകത്തുള്ളൂ എന്നും ബാക്കിയുള്ളതൊക്കെ ഉള്ളിൽ തന്നെ ആ റെസൊണന്റ് ക്യാവിറ്റിയിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുമെന്നും പറയുന്നു. ദീസ് റിഫ്ലക്റ്റഡ് ബാക്ക് ബീംസ് വിൽ ഇൻഡ്യൂസ് ഫർദർ സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ആൻഡ് ആംപ്ലിഫൈ ദ റേഡിയേഷൻസ് ഇൻസൈഡ് ദ റെസൊണേറ്റർ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് പേര് മാത്രമേ വെളിയിൽ പോകത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിററിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും ആക്റ്റീവ് മീഡിയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കുക, ഇങ്ങനെ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഈ ഫോട്ടോണുകൾ വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷന് ഉണ്ടാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒത്തിരി ഫോട്ടോണുകൾ ഓരോ സൈക്കിൾ കഴിയും തോറും, ഓരോ റിഫ്ലക്ഷൻസ് കഴിയും തോറും ഉണ്ടാകുന്ന ഫോട്ടോണുകളുടെ എണ്ണം കൂടിക്കൂടി വരും. അങ്ങനെയാണ് ഇവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നത്. ലേസറിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഉണ്ടാകുന്ന റേഡിയേഷനുകളെ ആംപ്ലിഫൈ ചെയ്ത് വെളിയിലേക്ക് വിടുന്ന ഒരു ലൈറ്റ് സോഴ്സ് ആണ് എന്ത്? ലേസർ. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന റേഡിയേഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഉണ്ടാകുന്ന റേഡിയേഷനെ എങ്ങനെ ആംപ്ലിഫൈ ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ സെൻറ്റൻസ്. അപ്പം ഈ രണ്ട് മിറർ മെക്കാനിസംസ് ആണ് എന്ത് ചെയ്യുന്നത്? ആംപ്ലിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. നോക്കുക, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ. എ ലേസർ ഈസ് ആൻ ഒപ്റ്റിക്കൽ ഓസിലേറ്റർ വിച്ച് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാസ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി ആക്റ്റീവ് മീഡിയമാണ്. അപ്പം ഇവിടെ ലേസർ എന്നതൊരു ഒപ്റ്റിക്കൽ ഓസിലേറ്റർ ആണെന്ന് പറയുന്നു. കാരണം തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോൺസ് എന്ത് ചെയ്യുവാണ്? റിഫ്ലക്റ്റ് ചെയ്യുവാണ്, ഓർ നമുക്കത് ഓസിലേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓസിലേഷൻസ് ആണ് ഈ ആക്റ്റീവ് മീഡിയത്തിലൂടെയുള്ള ഫോട്ടോണുകളുടെ ഈ ഓസിലേഷൻസ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ട്രിഗർ ചെയ്യുന്നതും അതേപോലെ ഈ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഫോട്ടോണുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഇതുമായിട്ടുള്ള കാരണം. അപ്പോൾ ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം, ഇതിപ്പോൾ നമ്മുടെ ലാബിൽ ഇരിക്കുന്ന രണ്ട് ലേസറുകൾ ഇരിപ്പുണ്ട്. ഒന്ന് ഹീലിയം നിയോൺ ലേസർ ഇരിപ്പുണ്ട്, അതേപോലെ സെമി കണ്ടക്ടർ ലേസറും ഇരിപ്പുണ്ട്. ഡിഫ്രാക്ഷൻ ഡേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സെമി കണ്ടക്ടർ ലേസറാണ്. ഇനി അതല്ലാതെ ഹീലിയം നിയോൺ ലേസറുണ്ട്. അപ്പോൾ ഈ ലേസറിൻ്റെ പേരിൻ്റെ കൂടെ വരുന്ന ഈ വാല് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഹീലിയം നിയോൺ ലേസറിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ഹീലിയം നിയോൺ എന്നീ വാതകങ്ങളാണ്. അവരാണ് അവിടെ ആക്റ്റീവ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി സെമി കണ്ടക്ടർ ലേസർ ആണെങ്കിൽ അവിടെ ആക്റ്റീവ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് ഒരു സെമി കണ്ടക്ടർ ഡയോഡായിരിക്കും. അപ്പോൾ അവിടുത്തെ ആക്റ്റീവ് മീഡിയം എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഏത് ലേസറാണെന്നുള്ളത്. അപ്പോൾ ആക്റ്റീവ് മീഡിയത്തിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് ആക്റ്റീവ് മീഡിയം സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം എന്നുള്ളതാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, ഇറ്റ് കണ്ടെയ്ൻസ് 2 മിറേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് മിററുകൾ രണ്ട് എൻഡിലുണ്ടാവും. വൺ ഈസ് ടോട്ടലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ദി അതർ ഓൾറെഡി പാർഷ്യലി റിഫ്ലക്റ്റിംഗ്. ഒന്ന് ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്യുന്ന മിററായിരിക്കും, മറ്റേത് പാർഷ്യലി റിഫ്ലക്റ്റ് ചെയ്യുന്ന മിററായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇനി ടു മേക്ക് ഇറ്റ് വർക്ക്, ദ മെറ്റീരിയൽ ഈസ് എക്സൈറ്റഡ് ഓർ പംപ്ഡ് വിത്ത് ആൻ എനർജി സോഴ്സ് സച്ച് എസ് എ ലൈറ്റ് ഓർ ഇലക്ട്രിസിറ്റി.
അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് മീഡിയത്തിനെ പമ്പ് ചെയ്യുന്നു. എന്ത് വെച്ചിട്ട്? എനർജി സോഴ്സസ് സച്ച് ആസ് ലൈറ്റ് ഓർ ഇലക്ട്രിസിറ്റി. ലൈറ്റ് ഓപ്റ്റിക്കൽ മെത്തേഡോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആക്റ്റീവ് മീഡിയത്തിനെ പമ്പ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വീണ്ടും ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ റിയർ മിറർ, ഔട്ട്പുട്ട് മിറർ എന്നീ രണ്ട് മിററുകൾ കാണിക്കുന്നുണ്ട്. റിയർ മിറർ ടോട്ടലി റിഫ്ലക്റ്റിംഗ് ആണ്. ഔട്ട്പുട്ട് മിറർ എന്നുള്ളത് പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആണ്. ഒപ്റ്റിക്കൽ ആക്സിസിന് പാരലായിട്ട് വരാത്ത ബീമുകളെ ഒന്നും തന്നെ, അല്ലെങ്കിൽ ഫോട്ടോണുകളെ ഒന്നും തന്നെ ഈ ഒരു പാർഷ്യലി റിഫ്ലക്റ്റിംഗ് മിറർ കടത്തിവിടത്തില്ല. ഇനി അവിടെ രണ്ട് തരം ആറ്റങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. എക്സൈറ്റഡ് ആറ്റവും ഗ്രൗണ്ട് ആറ്റവും. ഡാർക്കൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ആറ്റമാണ്. വൈറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് എക്സൈറ്റഡ് ആറ്റം ആണ്. അപ്പോൾ പമ്പിംഗ് സോഴ്സ് ആക്റ്റീവ് മീഡിയത്തിലേക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ സ്റ്റിമുലേറ്റഡ് ഫോട്ടോണുകൾ, പിന്നെ റാൻഡം ഫോട്ടോണുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. അതായത് പമ്പ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമെങ്കിലും കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നേരെ തിരിച്ച് താഴേക്ക് വരുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഈ ഒരു ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്, അതായത് വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ കണ്ടിന്യൂവേഷൻ. വെൻ ദിസ് എനർജി സോഴ്സ് ഗീവ്സ് എനർജി, ദി ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം ദേ ബിക്കം എക്സൈറ്റഡ്. അപ്പം ഈ പമ്പിംഗ് സോഴ്സ്, അത് ഒപ്റ്റിക്കൽ മെത്തേഡ് ആവട്ടെ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് മെത്തേഡ് ആവട്ടെ, വാട്ട് എവർ ദ മെത്തേഡ് മേ ബി, അപ്പോൾ ഇത് അവിടെ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എനർജി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റംസ് ദേ ബിക്കം എക്സൈറ്റഡ്. അപ്പം ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? എക്സൈറ്റ് ചെയ്ത് ഹയർ എനർജി ലെവലുകളിലേക്ക് പോകുന്നു. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ് വെൻ എ ഫ്യൂ ഓഫ് ദി ഇലക്ട്രോൺസ് ഡ്രോപ്പ് ബാക്ക് ടു ദി ലോവർ എനർജി ലെവൽ സ്പോണ്ടേനിയസ്ലി. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും ഈ ഹയർ എനർജി ലെവലിൽ പോയിട്ട് അവിടെ തന്നെ നിൽക്കത്തില്ല. കുറച്ച് പേര് എന്ത് ചെയ്യും? നേരെ ഡി എക്സൈറ്റ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു വരും. കുറേ അധികം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിലനിൽക്കുകയും ചെയ്യും. ഇനി നോക്കുക, ആൻഡ് ദെൻ റിലീസ് എ ഫോട്ടോൺ. അപ്പം ഡി എക്സൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോട്ടോൺ അവർ റിലീസ് ചെയ്യും. ഒരു ക്വാണ്ടം ഓഫ് ലൈറ്റ്. ഫോട്ടോണിനെ നമ്മൾ ക്വാണ്ടം ഓഫ് ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. ദ ഫോട്ടോൺസ് ക്രിയേറ്റഡ് സ്റ്റിമുലേറ്റ് അതർ എക്സൈറ്റഡ് ഇലക്ട്രോൺസ് ആൻഡ് എമിറ്റ് മോർ ആൻഡ് മോർ ഫോട്ടോൺസ്. ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട്, ഇതിപ്പോൾ ബാക്കി എല്ലാവരും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുവാണ് എങ്കിലും ഇതിപ്പോൾ പമ്പ് ചെയ്ത സമയത്ത് എക്സൈറ്റ് ചെയ്തിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് താഴേക്ക് വന്ന ഇലക്ട്രോണുകൾ, ഡി എക്സൈറ്റ് ചെയ്ത ഇലക്ട്രോൺസ് റിലീസ് ചെയ്ത, എമിറ്റ് ചെയ്ത ആ ഫോട്ടോണുകൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഡി എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഉണ്ടാകും. അപ്പം ഓൾറെഡി സ്പോണ്ടേനിയസ് ആയിട്ട് ഡി എക്സൈറ്റ് ചെയ്ത് വന്ന ഇലക്ട്രോണുകൾ, എമിറ്റ് ചെയ്ത ഫോട്ടോണുകൾ ഓൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നിരുന്ന ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരും ഡി എക്സൈറ്റ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റഡ് എമിഷൻ അവിടെ സംഭവിക്കുന്നു. ദെൻ ദ ലൈറ്റ് വേവ് ഫോട്ടോൺസ് വിച്ച് പാസസ് ത്രൂ ദ ലേസർ മീഡിയം ഈസ് റിഫ്ലക്റ്റഡ് ബൈ ദ മിറർ എറ്റ് ബോത്ത് എൻഡ്സ്. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഫോട്ടോണുകൾ എന്താണ്? ആ രണ്ട് മിററുകൾ, പാരലൽ മിററുകൾ, ആക്റ്റീവ് മീഡിയത്തിൻ്റെ രണ്ട് എൻഡിലും വെച്ചിരിക്കുന്ന ആ പാരലൽ മിറേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഗീവ്സ് ദ ലൈറ്റ് ടു ഓസിലേറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദ മിറേഴ്സ് ക്രിയേറ്റിംഗ് എ ചെയിൻ റിയാക്ഷൻ. അപ്പം ഇങ്ങനെ രണ്ട് മിററുകൾക്കിടയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഈ ഫോട്ടോണുകൾ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം ഇതിപ്പം ആദ്യം ഒരു മിററിൽ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫോട്ടോണുകളുടെ എണ്ണമായിരിക്കത്തില്ല രണ്ടാമത് ആ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വരുന്ന ഫോട്ടോണുകളുടെ എണ്ണം. കാരണം ഓരോ പ്രാവശ്യം ആക്റ്റീവ് മീഡിയത്തിലൂടെ ഇത് കടന്നു പോകുമ്പോൾ, ഫോട്ടോൺസ് കടന്നു പോകുമ്പോൾ അവർ വീണ്ടും സ്റ്റിമുലേറ്റഡ് എമിഷനെ ട്രിഗർ ചെയ്യുകയാണ്. അങ്ങനെ ഈ പമ്പിങ് സോഴ്സ് എപ്പോഴും ഇത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ബാക്കിയുള്ള നേരത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വന്ന ഇലക്ട്രോൺസ് എല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സമയത്താണ് വീണ്ടും മിറർ റിഫ്ലക്റ്റ് ചെയ്ത നേരത്തെ സൈക്കിളിലുണ്ടായ ഫോട്ടോൺസ് ഇതിൻ്റെ അകത്തുകൂടി കടന്നു വന്നു. അപ്പോൾ വീണ്ടും കുറേ ഫോട്ടോണുകൾ ഉണ്ടാകും. ഇത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഫോട്ടോണുകൾ ശരിക്കും അതിൻ്റെ അകത്ത് ഹൈലി പോപ്പുലേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ എന്ന കാര്യം നമുക്ക് സാധ്യമാക്കി കൊണ്ടുവരുന്നത്. നോക്കുക, nowadays ലേസർ ഡയോഡ്സ് ആർ കോമൺ ഇൻ യൂസ് ഡ്യൂ ടു ഇറ്റ്സ് യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ഇൻക്ലൂഡ്
കൺസിസ്റ്റൻറ്റ് വേവ് ലെങ്ത്, സ്മോൾ ബീം ഡയമീറ്റർ, ലോങ് റേഞ്ച്. അപ്പം നോക്കുക, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ലേസർ ഡയോഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സെമി കണ്ടക്ടർ ലേസർ, അതിൻ്റെ അകത്തിരിക്കുന്ന ലേസർ ഡയോഡാണ്. അപ്പം എന്തുകൊണ്ടാണ് ലേസർ ഡയോഡ് പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഒന്നാമത്തേത് കൺസിസ്റ്റൻറ്റ് വേവ് ലെങ്ത്, വളരെ റെഗുലർ ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള വേവ് ലെന്തുകളാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. 2, സ്മോൾ ബീം ഡയമീറ്റർ. സ്മോൾ ബീം ഡയമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൈവർജൻസ് തീരെ കുറവാണെന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഡയറക്ഷനാലിറ്റി കൂടുതലാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനിയുള്ളത് ലോങ് റേഞ്ച്. അപ്പോൾ സ്മോൾ ബീം ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡൈവർജൻസ് കുറവാണ്, ഡയറക്ഷനാലിറ്റി കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബീമുകൾക്ക് കുറേ ദൂരം സഞ്ചരിക്കാൻ പറ്റും. ദെർഫോർ എ ന്യൂ മോർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണത്? ലോങ് റേഞ്ച്. അപ്പം 3 പ്രോപ്പർട്ടീസാണ് ലേസർ ഡയോഡുകൾക്കുള്ളത്: കൺസിസ്റ്റൻറ്റ് വേവ് ലെങ്ത്, സ്മോൾ ബീം ഡയമീറ്റർ, ലോങ് റേഞ്ച് വെൻ കമ്പയർഡ് ടു അതർ കൈൻഡ് ഓഫ് ലേസേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോകളിൽ പലതരം ലേസറിൻ്റെ വർക്കിംഗ് ആണ്. റൂബി ലേസർ, ഹീലിയം നിയോൺ ലേസർ, സെമി കണ്ടക്ടർ ലേസർ. ഈ ലേസറിൻ്റെ ആക്റ്റീവ് മീഡിയം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പമ്പിങ്ങിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇനി അതിൻ്റെ ഫിഗർ എങ്ങനെയാണെന്നുള്ളതിനൊക്കെ പറ്റിയിട്ടാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.